ഈ കാലഘട്ടത്തിനുള്ള ജനറേഷന് ജനിച്ചിരിക്കുന്ന സകല തലമുറകളോടുമുള്ള ആത്മാവിന്റെ ദൂതാണ്. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഏതൊക്കെ തലമുറയോർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാവേ, നിന്റെ തലമുറകളെ ഈ നാളുകളിൽ നിന്ന്, ജയിലിൽ നിന്ന് പുറത്തെടുക്കുന്ന പകലാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന എന്റെ ദൈവം സഭയുടെ പ്രാർത്ഥന ചില തലമുറകളെ പുറത്തെടുക്കട്ടെ. പക്ഷെ മറുപടി ഇതാണ്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇൻ ജീസസ് നെയിം ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ജയിലുകൾക്കകത്തേക്ക് വരെ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടും. അപ്പോസ്തലപ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ആ കാലത്ത് മോശ ജനിച്ചു, അവൻ ദിവ്യ സുന്ദരനായിരുന്നു. 17-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചാട്ടെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുവാൻ ദൈവം ശക്തനാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ പ്രസ്താവന തന്നെ ഇങ്ങനെയായിരുന്നു, ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പകലിൽ അത് സംഭവിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? വചനത്തിന് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വചനം ഒരിക്കൽ എന്നും പിന്നെ ഇല്ല എന്നും പറയത്തില്ല. ഇതിലെഴുതിയിരിക്കുന്ന വചനം അതിൻ്റെ പ്രവൃത്തി തികയ്ക്കുമെങ്കിൽ, ഇതിലെഴുതിയിരിക്കുന്ന വചനം പറയുന്നു, സ്തോത്രം, നിന്റെ പുത്രന്മാർ പ്രവചിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഈ പകലിൽ എൻ്റെ തലമുറകളുടെ മേൽ സംഭവിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ ഒരു നിമിഷം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പാ, ഞങ്ങളുടെ തലമുറകളിൽ ഈ പകലിൽ നിറയ്ക്കുന്ന ഞങ്ങളുടെ തലമുറകൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പിശാചിൻ്റെ ആത്മാവല്ല, സാത്താൻ്റെ ആത്മാവല്ല, അശുദ്ധത്തിൻ്റെ ആത്മാവല്ല, അധർമ്മത്തിൻ്റെ വ്യാപാരങ്ങളല്ല, ദുർഭൂതങ്ങളല്ല, സകല പൈശാചിക ശക്തികളുമല്ല. എൻ്റെ സ്തോത്രം തലമുറകളുടെ മേൽ നിറയേണ്ടത് പരിശുദ്ധാത്മാവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം. ആത്മാവിൽ എല്ലാ തലമുറകളും കരമടിച്ച് സ്തോത്രം ചെയ്യും, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ അകത്തേക്ക് ആത്മാവ് വ്യാപരിക്കട്ടെ. ചില പൈശാചിക ശക്തികൾ തലമുറകളിൽ നിന്ന് വിട്ടുമാറുന്ന, അന്ധകാര ഭൂതങ്ങൾ തലമുറകളിൽ നിന്ന് വിട്ടുമാറുന്ന, ആത്മാവ് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നീ നിറയപ്പെടുന്ന പകലാണ് ഈ പകലെന്ന് വിശ്വസിക്കുന്നവർ മാത്രം. ആത്മാവിൽ സ്തോത്രം നിറയട്ടെ. തലമുറകളിൽ നിന്ന് അശുദ്ധാത്മാക്കൾ പുറത്തു പോകട്ടെ. പൈശാചിക ശക്തികൾ, അഡിക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ, ആർക്കും മാറ്റാൻ കഴിയാത്ത അഡിക്ഷനുകൾ നിന്റെ തലമുറയിൽ നിന്ന്, അഡിക്ഷനുകൾ നിന്റെ തലമുറയെ പറ്റിയിരിക്കുന്ന അശുദ്ധികൾ, പാപങ്ങൾ ഈ പ്രാർത്ഥനയുടെ ഈ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. ദൈവശക്തിയാൽ നിന്റെ തലമുറ നിറയപ്പെടുകയാണ്. Yes, in Jesus' name. തകരട്ടെ അന്ധകാര വ്യാപാരങ്ങൾ തകരട്ടെ. ആത്മാവിൻ്റെ ചലനം, വലിയ ചലനങ്ങളെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പാ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുകയാണ്. വായികളെ തുറന്ന് പ്രാർത്ഥിക്ക്. ഈ മണിക്കൂറുകൾ ആത്മാവ് ഏറ്റെടുക്കുന്നു. ആത്മാവ് ചിലരെ തൊടുകയാണ്. ആത്മാവിനാൽ ചിലർ നിറയപ്പെടുകയാണ്. ചിലരിൽ നിന്ന് അന്ധകാര ശക്തികൾ വിട്ടുമാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. സാത്താൻ മിന്നൽ പോലെ വെട്ടേറ്റു വീഴുന്നത് ഞാൻ ആത്മാവിൽ കണ്ടു എന്ന് യേശു പറഞ്ഞതുപോലെ, ഇൻ ജീസസ് നെയിം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
Hasmantana, Ratmania, Rakunia, Smaitania, Ziantamana Badanagadaga, Chudabala Badanagadaga, Shamdal Kamana Badunian. Thank you, Jesus. Hallelujah. വേഗത്തിൽ ഒന്ന് രണ്ട് ആത്മീക ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൂത് മെസ്സേജ് അരുളപ്പാടുകൾ നിങ്ങളോട് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇവിടെ ആയിരിക്കുന്ന ഒരാൾ പോലും വെറുതെ പോകരുത്. ഞാൻ വിശ്വസിക്കുന്നു ദൈവാത്മാവ് നിങ്ങളെ നിറയ്ക്കും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇവിടെ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം ഇതായിരുന്നു: ആ കാലത്ത് മോശ ജനിച്ചു. ഒരു സ്തോത്രം പറ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രവചന ശബ്ദം പോലെ ഈ മീറ്റിങ്ങിനകത്ത് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ചില മോശസ്മാർ ജനിക്കുന്ന മണിക്കൂറാകാൻ പോകുകയാണ്. നിന്നെ പരിശുദ്ധാത്മാവ് ജനിപ്പിക്കാൻ പോകുകയാണ്. ഏത്? കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ വചനത്താൽ നിന്റെ തലമുറ ജനിക്കുന്ന പകലാകാൻ പോകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ. In Jesus' name. അതെ, ഈ പകലിൽ സംഭവിക്കുവാൻ പോകുന്നത് ആത്മാവിൽ ഞാൻ സ്തോത്രം അരുളപ്പാടായി അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ജനിപ്പിക്കാൻ പോകുകയാണ്. മോസസ്മാർ ജനിക്കാൻ പോകുകയാണ്. ഈ ചർച്ചിൽ നിന്ന് മോസസ്മാർ ജനിക്കാൻ പോകുകയാണ്. എഴുതിയിട്ട് പ്രാർത്ഥിച്ചോ, കർത്താവ് ഈ സഭയിൽ നിന്ന് ചില മോസസ്മാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആ കാലത്ത് മോശ ജനിച്ചു. ഏത് കാലത്ത് മോശ ജനിച്ചു? ബൈബിൾ പറയുന്നു ആ കാലത്ത് മോസസ് ജനിച്ചു. ഏത് കാലത്ത്? അവിടെ എഴുതിയിരിക്കുന്നു 17-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്: ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം പെരുകിക്കൊണ്ടിരുന്നു. സന്തോഷമുള്ള എത്ര ദൈവമക്കളുണ്ട്? നിന്നെ ദൈവം ജനിപ്പിക്കുന്ന കാലം ഏതാണെന്ന് ചോദിച്ചാൽ, that is a promise of time of promise. വാഗ്ദത്ത കാലം, നിന്റെ വാഗ്ദത്ത കാലം സംഭവിച്ചിരിക്കുകയാണ്. നീ എൻ്റർ ചെയ്തിരിക്കുന്നത്, നീ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ അല്ല, നിന്റെ വാഗ്ദത്ത കാലത്തിനകത്താണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ആത്മാവിൽ അല്പസമയം സ്തോത്രം ചെയ്യാവോ? എന്നോട് ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന കാലഘട്ടമാണ് ഈ 2026 എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം. അതെ, എൻ്റെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, എൻ്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിനകത്താണ് ഞാൻ വന്നിരിക്കുന്നത്. പഴങ്കഥയല്ല പ്രവചനങ്ങൾ, പഴങ്കഥയല്ല പ്രവചനങ്ങൾ, പഴങ്കഥയല്ല പ്രവചനങ്ങൾ. മനുഷ്യന്റെ ചിന്തയ്ക്കകത്തുനിന്ന് രൂപപ്പെട്ടതല്ല. ഇത് യഹോവയുടെ അരുളപ്പാടാണെങ്കിൽ ഇൻ ജീസസ് നെയിം ഇന്ന് പകലിൽ അത് സംഭവിക്കട്ടെ. തുറക്കട്ടെ ആത്മമണ്ഡലം തുറക്കട്ടെ. തലമുറകളുടെ മേലത് തുറക്കട്ടെ. നിന്നോട് പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ ഇന്ന് പകലിൽ നിവർത്തിക്കുന്ന പകലാകാൻ പോകുകയാണ്. ആത്മാവിൽ അത് സംഭവിക്കട്ടെ. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലമായപ്പോൾ സ്തോത്രം, മോശ ജനിപ്പാനിടയായി. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? സ്തോത്രം. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത കാലം ഒത്തിരി കാലഘട്ടങ്ങളുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ്. ഒരു സാഹചര്യവും ഇല്ലാതിരിക്കെ അബ്രഹാമിനോട് പറഞ്ഞു, അടുത്ത ആണ്ടിൽ വരുമ്പോൾ ഞാൻ നിനക്കൊരു സന്തതിയെ തരുമെന്ന്. ഒരു ആണ്ട് കഴിയുന്നതിന് ഞാൻ വിശ്വസിക്കുന്ന കഴിഞ്ഞ ആണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇതേ വചനം പ്രസംഗിച്ചിട്ട് പോയി. ആ വചനത്തിൻ ദൂതുപോലെ അതിനെ കണ്ടിന്യൂവേഷനായി ആത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം പറഞ്ഞ പ്രവചന ദൂതിന്റെ ശബ്ദം നിവർത്തീകരിക്കുന്ന 2026 നിന്റെ വാഗ്ദത്ത കാലമായി, നിന്നോട് പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിക്കുന്ന കാലഘട്ടമായി ആത്മാവിനാൽ അത് സംഭവിക്കട്ടെ. വാഗ്ദത്തം ഒരു ടൈം പറഞ്ഞ് ദൈവം സ്തോത്രം സാറായോടും അബ്രഹാമിനോടും ഒരു ടൈം പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ആ വാഗ്ദത്തം ആ ടൈമിനകത്ത് നടക്കത്തില്ലെന്ന് അവർ കണ്ടിട്ട് ചിരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ദൈവം പറഞ്ഞ മറുപടി ഇതാണ്: യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അയ്യോ, എൻ്റെ തലമുറ ഒരിക്കലും പുറത്തു വരത്തില്ല.
നിന്റെ തലമുറ രക്ഷപ്പെടത്തില്ല. അവനൊരിക്കലും ബുദ്ധി കിട്ടത്തില്ല, അവനൊരിക്കലും ശക്തി കിട്ടത്തില്ല, അവനൊരിക്കലും നന്നാകത്തില്ല, അവൻ്റെ അഡിക്ഷനുകൾ മാറത്തില്ല. അവൻ്റെ ടീച്ചർ കളഞ്ഞു, അവൻ്റെ സ്തോത്രം ഹല്ലേലൂയ, അവനെ ഗുരുക്കന്മാർ കളഞ്ഞു, അവൻ്റെ മാതാപിതാക്കൾ കളഞ്ഞു, അവനെ സ്തോത്രം അവനെ പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവനെ ഒന്നും കൂടെയൊക്കെ കൊണ്ടുവരേണ്ട പാസ്റ്റർ വരെ കളഞ്ഞെന്നിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറാം, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് നിന്റെ തലമുറയെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, പിന്മാറ്റത്തിൽ കൊണ്ടുപോയ തലമുറകൾ ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന പകലാകാൻ പോകുന്നു എന്ന് ആത്മാവിൽ ഞാൻ ആലോചന കൈമാറുകയോ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കാൻ പോകുക. വിശ്വസിക്കാമോ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കാൻ പോകുക. കർത്താവിൻ്റെ ദാസനെ ഈ 2026 ജനുവരി മാസം 26-ാം തീയതി നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നോട്ട് ഓൺലി ഫോർ അവർ ജനറേഷൻ, ഈ ഇവിടെ ആയിരിക്കുന്ന തലമുറകൾക്ക് മാത്രമല്ല. ഈ സ്തോത്രം പ്രാർത്ഥന ഈ ഭാരതത്തിൽ മാറട്ടെ. സ്തോത്രം ഈ രാജ്യത്ത്, ഈ വേൾഡിനകത്ത് അല്ല, സ്തോത്രം ഈ കാലഘട്ടത്തിനുള്ള ജനറേഷന് ജനിച്ചിരിക്കുന്ന സകല തലമുറകളോടുമുള്ള ആത്മാവിന്റെ ദൂതാണ്. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അയ്യോ, എൻ്റെ തലമുറ സ്തോത്രം മദ്യപാനത്തിന് അടിമയാണ്. പല മാതാപിതാക്കളും കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കർത്താവിൻ്റെ ദാസനെ അഡിക്ഷൻ സെന്ററിൽ പല പ്രാവശ്യം എൻ്റെ തലമുറയെ കൊണ്ടിട്ടതാ. അവൻ 20 വയസ്സായതേ ഉള്ളൂ. അതിനു മുൻപേ അവൻ കയറി 3 പ്രാവശ്യം അഡിക്ഷൻ സെന്ററിനകത്ത്. ഓ സ്തോത്രം, എൻ്റെ തലമുറ 17 തികഞ്ഞില്ല, പക്ഷേ അവനിപ്പോ സ്തോത്രം ജയിലിനകത്ത്. കാരണം സ്തോത്രം ലഹരി വസ്തുവിന് അടിമയായി തമ്മിത്തല്ലുണ്ടാക്കുന്നു. ആരെക്കൊണ്ടും രക്ഷപ്പെടുത്തുവാൻ കഴിയുന്നില്ല. പക്ഷെ മറുപടി ഇതാണ്, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇൻ ജീസസ് നെയിം ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ജയിലുകൾക്കകത്തേക്ക് വരെ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടും. എന്താ കർത്താവിന്റെ ദാസനെ അതിന് തെളിവ്? മറുപടി സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. ബന്ധനത്തിൽ കിടന്ന പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചെങ്കിൽ ഏതൊക്കെ തലമുറയോർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാവേ, നിന്റെ തലമുറകളെ ഈ നാളുകളിൽ നിന്ന്, ജയിലിൽ നിന്ന് പുറത്തെടുക്കുന്ന പകലാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന് എന്റെ ദൈവം സഭയുടെ പ്രാർത്ഥന ചില തലമുറകളെ പുറത്തെടുക്കട്ടെ. ബൈബിൾ പറയുന്നു, വാഗ്ദത്തകാലം വന്നപ്പോൾ നോക്കണം. സ്തോത്രം, വാഗ്ദത്തത്തിനൊരു ടൈം കുറിച്ച് ദൈവം കൊടുത്തു പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ നടക്കത്തില്ല. എൻ്റെ 75-ാമത്തെ വയസ്സിലാണ് കർത്താവെ നീ പറഞ്ഞിരുന്നെങ്കിൽ ആ ടൈമിൽ എനിക്ക് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു. നല്ല സ്തോത്രം പറയണേ. ഞാൻ ഇറങ്ങിത്തിരിച്ച കാലഘട്ടത്തിലാണ്. ആ ടൈമിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ വാഗ്ദത്തം സംഭവിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ ടൈമിൽ നടക്കത്തില്ല. ഇത് എൻ്റെ ബലഹീന കാലഘട്ടമാണ്. നമ്മൾ സ്തോത്രം പറയാറുണ്ട്, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, അത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലെയാ ഈ ജനറേഷന് പറ്റിയിരിക്കുന്നത്. ഓ, നിങ്ങൾ കേട്ടില്ല? സ്തോത്രം, ഈ ജനറേഷന് പറ്റിയതാ ഈ തലമുറ. സ്തോത്രം, കുഞ്ഞിലേ അവരെ ട്രെയിൻ ചെയ്യാൻ കഴിയാതെ പോയതാണോ എന്താണെന്നറിയത്തില്ല. പക്ഷേ നമ്മുടെ തലമുറകളെല്ലാം നമ്മുടെ വാക്കനുസരിക്കാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരെക്കൊണ്ടും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ടീച്ചർമാർ സ്തോത്രം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടി കിട്ടും. അപ്പനും അമ്മയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടി കിട്ടും. കഴിഞ്ഞ ദിവസം കണ്ടോ, ഫേസ് ക്രീം എടുത്ത് മാറ്റി വെച്ചതിന് അമ്മയുടെ വാരിയിൽ ഒടിച്ചു വിട്ട ദേശമാണ്. ആ ജനറേഷനകത്താ നീ ജീവിക്കുന്നത്. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഈ നാളുകളിൽ ഈ തലമുറയുടെ നടുവിൽ ഞാൻ പറഞ്ഞു, വാഗ്ദത്തം ലഭിപ്പാൻ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്താ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ പറയുന്ന വചനങ്ങളൊന്നും നിവർത്തിക്കത്തില്ലെന്ന് പ്രസംഗിക്കുന്നവർ പോലും പലരും ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. പറഞ്ഞ മനസ്സിലായില്ല. അതല്ലേ ദൈവം ചെന്ന് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിനക്കൊരു സന്തതിയെ തരുമെന്ന് പറഞ്ഞപ്പോ കേട്ട അബ്രഹാമും സാറായും ഒരുമിച്ച് പറഞ്ഞു, ഇത് ഈ കാലഘട്ടത്തിൽ നടക്കത്തില്ല. കാരണം നമ്മൾ ബലഹീനരാണ്.
ഇതല്ലേ ഈ കാലഘട്ടം പ്രസംഗിക്കുന്ന വചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ സഭയും പറയുന്നത്. ദൈവദാസന്മാർ വചനം പ്രസംഗിക്കുമ്പോൾ ഈവൻ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് പോലും വിശ്വാസമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്തോത്രം. എന്താ കാരണം എന്നറിയാമോ? ഈ കാര്യം നടക്കാൻ ഒരു സാധ്യതയും ഈ കാലഘട്ടത്തിലില്ല. പത്രോസിൻ്റെയും പൗലൂസിൻ്റെയും കാലഘട്ടത്തിലാണ് ഒരു ജനറേഷൻ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമൊന്നുമല്ല എന്ന് ഇപ്പം നമ്മൾ ചിന്തിക്കും. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്തോ? പക്ഷെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ നടക്കത്തില്ല. കാരണം അത്രമാത്രം അതിക്രമങ്ങളും പാപങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധ്യതയുമില്ല നമ്മൾ പറയുന്ന വചനം നടക്കാൻ. പണ്ട് പിതാക്കന്മാർ ഒരു വചനം പറഞ്ഞാൽ അത് സംഭവിച്ച് കണ്ടും അത് വിശ്വസിച്ചും സ്തോത്രം വിശ്വസിപ്പിച്ചും വന്ന പ്രസ്ഥാനങ്ങളായിരുന്നു പെന്തക്കോസ് അല്ലെങ്കിൽ സ്തോത്രം ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് വെറും പ്രസംഗം മാത്രമേ ഉള്ളൂ, സ്റ്റേജിൽ മാത്രമേ മുഴങ്ങിക്കേൾക്കുന്നുള്ളൂ. അത് റിവീലാകുന്നില്ല, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയും ഇത് കഴിയാത്തത്. നമ്മൾ പലരും ചിരിക്കുക. സാറായെ പോലെ എത്രയോ പ്രാവശ്യം നമ്മൾ ചിരിച്ചിട്ടുണ്ട്. നമ്മൾ സാറായിയുടെ ചിരി മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷേ ഇന്നത്തെ സ്തോത്രം പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കമന്ന് കിടന്ന് തിരിക്കുകയാണ്. കാരണം ഇത് നടക്കത്തില്ല, ഒരു സാധ്യതയില്ല. സ്തോത്രം. പക്ഷേ അതേ വചനം ഞാൻ ഇന്ന് പകലിൽ സ്തോത്രം ഹല്ലേലൂയ പ്രഖ്യാപിക്കുകയാണ്, ഡിക്ലെയർ ചെയ്യുക. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഈ തലമുറയിൽ അത് സംഭവിക്കും. ഞാൻ വിശ്വാസത്തോടെ പ്രസംഗിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാകയാൽ, സത്യദൈവവും നിത്യജീവനുമാകയാൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പിശാച് നടക്കത്തില്ലെന്ന് പറഞ്ഞത്, മെഡിക്കൽ സയൻസ് നടക്കത്തില്ലെന്ന് പറഞ്ഞത്, അഡിക്ഷൻ സെന്ററുകൾ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ഇവിടുത്തെ കോടതികൾ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, സമൂഹം നടക്കത്തില്ലെന്ന് പറഞ്ഞത്, നിന്റെ തലമുറ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് നിന്റെ പാസ്റ്റർ പോലും പറഞ്ഞിരിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യഹോവയ്ക്ക് കഴിയാത്ത ദൈവകൃപയുടെ ആഴം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരുമാറാകട്ടെ. ആ കാലത്ത് മോശസ് ജനിച്ചു. ഏത് കാലം? വാഗ്ദത്തമായ കാലം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാലം, വാഗ്ദത്തം പറഞ്ഞ കാലം, വാഗ്ദത്തം പ്രാപിപ്പാൻ ഒരു സാധ്യതയുമില്ലാത്ത കാലഘട്ടമായിരുന്നു. നമ്മുടെ കഴിവുകളുള്ള കാലഘട്ടത്തിലല്ല ദൈവം പലതും അരുളി ചെയ്യുന്നത്. നിനക്ക് നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താണ് ദൈവം എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നത്. ഏതെങ്കിലും തലമുറകൾ ചെന്ന് എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ നിന്നെ കൊണ്ടേ വല്ലതും ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ വല്ല മെഡിക്കലോ സ്തോത്രം വല്ലോ ഡോക്ടറേറ്റോ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോകണം. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വന്നാൽ മതി, നിന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കർത്താവ് ചെയ്യിപ്പിക്കും. നിങ്ങൾ മനസ്സിലായില്ല. നമ്മെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ലോകം പറയുമ്പോൾ ദൈവം പറയും, നിന്നെ കൊണ്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മോശസിൻ്റെ ചരിത്രത്തെ ഒന്ന് പഠിര്. 40-ാമത്തെ വയസ്സിൽ മോശയ്ക്ക് സാധിക്കും പലതും. ഇല്ലേ? ഒരുതനെ അടിച്ചു കൊല്ലാൻ പറ്റും, പറയാന്നേ, അതിനെ കുഴിച്ച് മൂടാൻ പറ്റും, പലതും ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവം യൂസ് ചെയ്തോ? ഇല്ല. ഈ പുള്ളിക്കാരൻ 80-ാമത്തെ വയസ്സിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നും സാധിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇനിയാ എനിക്ക് നിന്നെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുന്നേ. നല്ല സ്തോത്രം പറയണേ. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മെ കൊണ്ട് ചിലത് ഏറ്റെടുക്കാൻ പോകുക. ഞാൻ 1-2 ആലോചനകളെ വേഗത്തിൽ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത കാലം വന്നപ്പോൾ മോശസ് ജനിച്ചു. വീണ്ടും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ കാലഘട്ടത്തിൽ ജനം പെരുകി, പീഡകൾ വന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ മിസ്രൈമിൽ ഫറവോൻ പറയുകയാണ് തലമുറകളെ കൊല്ലുന്നൊരു കാലഘട്ടം. ഏതൊക്കെ കാലഘട്ടം? അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത കാലഘട്ടം. സ്തോത്രം. ഫറവോൻ തലമുറകളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് മോശസ് ജനിച്ചത്. ഒരു സാധ്യതയുമില്ല. യവൻ ജനിച്ചാൽ യവനെ ഉൾപ്പെടെ എടുത്ത് നൈലിൽ എറിയണമെന്ന് സ്തോത്രം ഹല്ലേലൂയ അതോറിറ്റികൾ
പറഞ്ഞ ആ സ്തോത്രം, അതോറിറ്റികൾ പറഞ്ഞ പ്രഖ്യാപനം, ഡിക്രിയുള്ള കാലഘട്ടത്തിൽ സ്തോത്രം മോസസ് ജനിക്കുവാനിടയായി. ഈ പകലിൽ ഞാൻ ആത്മാവിൽ കൈമാറാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, ഇത്തിയെങ്കിലും ദൈവഭയമുള്ള കാലഘട്ടത്തിൽ, അന്നെങ്കിൽ ഒന്നുമില്ലെങ്കിലും ദൈവവചനം കേട്ടോണ്ടിരിക്കാൻ കഴിയുന്നൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളെയൊക്കെ ജനിപ്പിച്ചിരുന്നു എങ്കിൽ സ്തോത്രം ഞങ്ങളുടെ പ്രസംഗം കേൾക്കാൻ ആളുണ്ടായിരുന്നു. ഇന്ന് പ്രസംഗത്തിനും കുറവില്ല, ആളും വരുന്നില്ല. ഒരു സ്തോത്രം പറയാന്നേ. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ എവിടെ പ്രസംഗിക്കാനെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, യു ആർ ഓൺ റൈറ്റ് ടൈം. നീ വന്നിരിക്കുന്നത് കറക്റ്റ് ടൈമിനകത്താണ്. പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ട് വലുത് ചെയ്യിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഫറവോൻ തലമുറകളെ കൊല്ലുന്നൊരു കാലഘട്ടത്തിൽ മോസസ് ജനിപ്പാനിടയായി. ഞാൻ ഇങ്ങനെ കൈമാറാം, ഒരു തലമുറയെയും സ്തോത്രം ഇസ്രായേലിൽ ജനിക്കരുത്. കാരണം ഇവിടെ ജനിച്ച് കഴിഞ്ഞാൽ, ഈ തലമുറ ജനിച്ച് കഴിഞ്ഞാൽ ഇവർ വലിയൊരു രാജ്യമായി തീരും. ഇതാ ഫറവോന്റെ പദ്ധതി. ഇവർ രാജ്യമാകും, ഇവർ ഞങ്ങളെ കീഴ്പ്പെടുത്തും എന്നൊക്കെ ആയിരുന്നു ഇവരുടെ പറ. ഇതുപോലെ ആ പിശാചിനും അറിയാം, നിന്റെ തലമുറ വന്നാൽ അവൻ്റെ രാജ്യത്തിന് കേടാണെന്ന്. സ്തോത്രം പറയാന്നേ. നിന്റെ തലമുറ പുറത്തു വന്നു കഴിഞ്ഞാൽ, അവൻ അഭിഷേകം പ്രാപിച്ചാൽ, അവൻ ദൈവകൃപ പ്രാപിച്ചാൽ, അവൻ സ്തോത്രം പരിശുദ്ധാത്മാവിൽ ആരാധിച്ചാൽ, പൈശാചിക കിണ്ണങ്ങൾക്ക് പേടി സ്വപ്നമാകുമെന്ന് പിശാച് അറിഞ്ഞിട്ട് നിന്റെ തലമുറയെ അതിനകത്തേക്ക് വിടാതിരിക്കുമ്പോൾ ഇന്ന് പകലിൽ പറ, വചനത്തിൽ ജനിക്കുവാൻ എൻ്റെ തലമുറയെ ദൈവാത്മാവ് തൊടുന്ന പകലായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ പരിശുദ്ധാത്മാവിനാൽ തലമുറകൾ ജനിക്കാൻ പോകുകയാണ്. നിന്റെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ തൊടുന്ന പകലാകാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷനുകൾ സംഭവിക്കുന്ന പകലായി പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. ഇങ്ങനെയാണ് സ്തോത്രം. മെസ്സേജ് ഇതാണ്. ആ കാലഘട്ടത്ത് പറ, മോസസ് ജനിച്ചു. ഏത് വാഗ്ദത്തം ഒരു കാലത്ത് സാധിക്കത്തില്ലെന്ന് പറഞ്ഞ അതേ കാലഘട്ടത്തിൽ തന്നെ വാഗ്ദത്ത കാലമെന്ന് പറഞ്ഞ് ദൈവം സ്തോത്രം ചിന്തിച്ചു. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, യോസെഫ് ജീവിച്ചിരുന്നപ്പോൾ ഇവർക്കൊരു പുറപ്പാട് ഹല്ലേലൂയ ഉള്ള കാലഘട്ടം ദൈവം ഇട്ടിരുന്നെങ്കിൽ ഈസി ആയിരുന്നു. ആണോ? പക്ഷെ അതല്ലായിരുന്നു കാലഘട്ടം. യോസെഫിനെ അറിയാത്ത മറ്റൊരു രാജാവ് വന്നതായിരുന്നു റൈറ്റ് ടൈം. നല്ല സ്തോത്രം പറഞ്ഞില്ല. ആ കാലഘട്ടം വന്നപ്പോൾ എല്ലാ തലമുറകളെയും കൊല്ലുന്നു. നമ്മൾ ചിന്തിച്ചില്ലേ സ്തോത്രം, അയ്യോ ഞങ്ങളുടെ തലമുറകൾ ഇത്രയും മയക്കുമരുന്നും ഇത്രയും സ്തോത്രം പല മാതാപിതാക്കളും പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത്രയും പ്രശ്നങ്ങളൊന്നും കേട്ടിട്ടില്ലേ? ദൈവഭയമുള്ളവർ ഒന്നുമില്ലെങ്കിലും മാതാപിതാക്കളെങ്കിലും ഒന്നുമില്ലെങ്കിലും മാമനെയെങ്കിലും ഭയമുള്ള രാജ്യം സ്തോത്രം കൂട്ടായ്മകളും പോട്ടെ സ്തോത്രം വീടുകളുമായിരുന്നു. ഇന്നോ സ്തോത്രം പറയാന്നേ, ആരെയും ഭയമില്ലാത്തൊരു ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. പല മാതാപിതാക്കളും വിങ്ങി പൊട്ടുന്നില്ലേ തലമുറകളെ ഓർത്ത്? അയ്യോ എൻ്റെ തലമുറ ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ നിർത്താതെ എത്രയോ തലമുറകളെ വേറൊരു സ്ഥലത്തേക്ക് വിടുന്നെന്നറിയാമോ? അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ഇവിടെ നിന്നാൽ ഇവൻ ഇവിടത്തെ പ്രശ്നക്കാരനാകും. എനിക്കറിയാം, വല്ലതും പിടി കിട്ടുന്നുണ്ടോ? എന്നാൽ ഈ തലമുറയ്ക്കകത്ത് മോശയുടെ ജനനം സംഭവിക്കാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു പ്രൊഫറ്റിക്കൽ ഹല്ലേലൂയ ഡിക്ലറേഷനായി ഞാൻ ഈ സഭയിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. ഈ കാലഘട്ടത്ത് പരിശുദ്ധാത്മാവ് ഇന്ത്യൻ സഭയ്ക്കകത്ത് മോസസ്മാരെ ജനിപ്പിക്കുന്ന പകലാകാൻ പോകുകയാണ്. വചനത്താൽ ചിലത് ജനിക്കുവാൻ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്താൽ ജനിക്കുന്ന ഒരു തലമുറ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് നമ്മുടെ മണിക്കൂറുകൾ മുൻപിൽ നിന്ന്, നമ്മുടെ സമയം മുൻപിൽ നിന്ന് ഓടിപ്പോകുകയാണ്. ഈ മണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ നിയോഗിക്കുകയാണ്. എൻ്റെ തലമുറ ഒരു മോസസിനെ പോലെ അനേകരെ പുറപ്പെടുവിപ്പിക്കുന്നവനായി, പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാൾ ക്രിസ്തുവിനോടുള്ള നിന്ന വലിയ ധനമെന്നെണ്ണുന്ന ഒരു ജനറേഷൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്കട്ടെ.
അടലം ചലകം ധനകം ധനകം ശകനം തുരകം ധനകം വൈഡവര ശകനാദവരം ഉടവാരകനാധിനക ധരക ധരക ധനക ശകനന്ദലക ചുടബലവലവ ശംദലവർദ്ധ. മോസസിന്റെ പ്രത്യേകത ഈ കാലഘട്ടത്തിൽ മോസസിനെ എങ്ങനെ ജനിപ്പിച്ചെന്നറിയാമോ? പറ. കെടുന്ന ബീജത്താലായിരുന്നില്ല, അവൻ നിലനിൽക്കുന്ന വചനത്താലായിരുന്നു അവൻ ജനിച്ചത്. അതാ മോസസിന്റെ ജനനം മാത്രം അങ്ങനെ എഴുതാൻ. ഇവൻ ദിവ്യ സുന്ദരനാകാൻ കാരണം ഇവൻ ജനിച്ചത് പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളാലല്ല, ദൈവത്തിന്റെ വചനത്താലായിരുന്നു. അതുകൊണ്ട് ബൈബിൾ പറയുന്ന വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാൾ ക്രിസ്തുവിനോടുള്ള നിന്ന വലിയ ധനമെന്നെണ്ണി. എന്താ മോസസ് നിനക്ക് അങ്ങനെ എണ്ണാൻ പറ്റിയത്? ഞാൻ ജനിച്ചത് പറ വചനത്താലായിരുന്നു. ഞാൻ ജീവിച്ചത് വചനത്താൽ. വചനമകത്തുള്ള ഒരുത്തനെ പാപത്തെ വെറുക്കാൻ പറ്റത്തുള്ളൂ. സങ്കീർത്തനം പറയുന്നു, ദൈവമേ നിന്റെ ന്യായപ്രമാണത്തെ എൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്നിടത്തോളം കാലം ഞാൻ പാപത്തെ വെറുക്കുവാനിടയാകും. ഇന്ന് പകലിൽ പാപത്തെ വെറുക്കുന്നൊരു തലമുറ എഴുന്നേൽക്കണമോ? വചനം നിന്റെ തലമുറയ്ക്കകത്തേക്ക് ഈ നാളുകളിൽ സംഗ്രഹിപ്പിക്കട്ടെ. വചനത്താൽ അവർ ജനിക്കട്ടെ, വചനത്താൽ അവർ ജീവിക്കട്ടെ. വചനം പ്രസംഗിക്കുക. അതോ അവിടെ എഴുതിയിരിക്കുന്ന കണ്ടുള്ള പ്രീച്ച് ദ വേർഡ്. 2 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം പറയുന്നു, വചനം പ്രസംഗിക്കുക, വചനം മാത്രം പ്രസംഗിക്കുക. അങ്ങനെ ഒരു ജനറേഷൻ എഴുന്നേൽക്കാൻ പോകുക. ഇറ്റ് ഈസ് എ പ്രൊഫറ്റിക്കൽ ലാംഗ്വേജ്. ഞാനൊരു അരുളപ്പാടായി ദേശത്തോട് കൈമാറുക. ഈ തലമുറയിൽ കർത്താവ് അനേക സ്തോത്രം ദൈവവചനം മാത്രം പ്രസംഗിക്കുന്ന ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. സ്ട്രീറ്റുകൾക്കകത്ത്, പട്ടണങ്ങൾക്കകത്ത്, സ്കൂളുകൾക്കകത്ത്, കോളേജുകൾക്കകത്ത്, എവിടെ അവർ പോയാലും they don't know expository sermon, they don't know topical sermon, but they know the word of God. അവർക്ക് ദൈവവചനത്തെ അറിയുന്നൊരു തലമുറ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്കട്ടെ. അവർ വചനം പ്രസംഗിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുകയാണ്. ബൈബിൾ പറയുന്നു, ആ കാലഘട്ടത്ത് മോശ ജനിച്ചു. ഏത് കാലം? വാഗ്ദത്ത കാലമായപ്പോൾ, സാധ്യതകളില്ലാത്ത കാലഘട്ടത്തിൽ. ഫറവോൻ ഒരു തലമുറയും പുറത്തു വരരുതെന്ന് പറഞ്ഞ് നൈലിലെ വെള്ളത്തെ വറ്റിച്ച് കളയാത്തൊരു കാലഘട്ടത്തിൽ ഒരു പെട്ടകമുണ്ടാക്കുവാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു. കരമുയർത്തി ഒരു സ്തോത്രം പറയാമോ? ദർശനമുള്ള മാതാപിതാക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. എന്നെ ചിന്തിപ്പിച്ച മാതാപിതാക്കൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്നറിയാമോ? എല്ലാ തലമുറകളെയും എറിയുകയാണ്, എല്ലാ തലമുറകളെയും എറിയുകയാണ്. മോശസിന്റെ അമ്മയും അച്ഛനും പറഞ്ഞു, ഞങ്ങളും എറിയാൻ പോകുക, ഞങ്ങളും നൈൽ നദിക്കകത്ത് തന്നെ എറിയാൻ പോകുക. പക്ഷേ ഞങ്ങൾ എറിയുന്നെങ്കിൽ വെറുതെ എറിയത്തില്ല, ഒരു പെട്ടകത്തിനകത്താക്കിയേ എറിയത്തുള്ളൂ. ഈ പകൽ ആത്മാവിൽ ഞാൻ ആലോചന കൈമാറുകയാണ്. നിന്റെ തലമുറയെ നീ വെറുതെ ഈ ലോകത്ത് വിടരുത്. വചനമെന്ന പെട്ടകത്തിലൂടെ, ദൈവസഭ എന്ന പെട്ടകത്തിലൂടെ, the blood of Jesus, ക്രിസ്തുവിന്റെ രക്തത്താൽ നീ ലോകത്തേക്ക് വിട്. ഒരു പൈശാചിക ശക്തികളും മുക്കി കളയാതെ വണ്ണം നിന്റെ തലമുറ ഏത് പിശാചാണോ വാദിച്ചത് അതിന്റെ നടുവിൽ വളരുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ കാലഘട്ടത്ത് മോശ ജനിച്ചു. ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എൻ്റെ തലമുറ ജനിക്കുന്ന പകലാകാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ തലമുറ ജനിക്കുന്ന പകലാകാൻ പോകുകയാണ്. എൻ്റെ തലമുറ വചനത്തിൽ ഒരു ജനറേഷൻ ജനിക്കാൻ പോകുകയാണ്. അവർ ജനിച്ചാൽ അവരിൽ സംഭവിക്കുന്നത് ഒന്ന്, അവർ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളെ സ്തോത്രം റിജക്റ്റ് ചെയ്ത് കർത്താവിനെ മാത്രം സെലക്ട് ചെയ്യുന്നൊരു തലമുറ. 2, ഒരു ദൈവ ഹല്ലേലൂയ സ്തോത്രം വേറെ ഒരു തീയും ഇവരെ ആകർഷിക്കത്തില്ല. കെടാതെ നിൽക്കുന്ന ദൈവത്തിന്റെ തീ മാത്രമേ ഇവരെ ആകർഷിക്കത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല? സ്തോത്രം. ഒത്തിരി തീകൾ മരുഭൂമിയിൽ കത്തിയിട്ടുണ്ട്, ഒരു തീയും അവനെ ആകർഷിച്ചില്ല. പക്ഷെ കെടാതെ നിൽക്കുന്ന മുൾപടർപ്പിൽ നിൽക്കുന്ന ഒരു തീ തന്നെ വലിച്ചടിപ്പിച്ചു. ഒത്തിരി അന്യ ദൈവങ്ങളുള്ള പട്ടണത്തിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ കൈമാറാം. സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനറേഷൻ ഇൻ ജീസസ് നെയിം എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്യും. നിന്റെ തലമുറ ആകർഷിക്കുവാൻ പോകുന്നത് ഈ ദേശത്തെ അണഞ്ഞു പോകുന്ന തീക്കകത്തല്ല, ദഹിപ്പിക്കുന്ന തീയായ ദൈവത്തിന് തന്നെ. ഹല്ലേലൂയ.
ഒരു ജനറേഷൻ എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാവോ? കർത്താവേ, ഞങ്ങളുടെ തലമുറകൾ എഴുന്നേൽക്കട്ടെ, ഞങ്ങളുടെ തലമുറകൾ എഴുന്നേൽക്കട്ടെ. ഓ മോസസ് എഴുന്നേൽക്കട്ടെ. സ്തോത്രം. മോസസ്, ആ കാലഘട്ടത്ത് മോസസ് ജനിച്ചു, ആ കാലഘട്ടത്ത് മോസസ് ജനിച്ചു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. ആ കാലഘട്ടത്ത് മോസസ് ജനിച്ചു. വാഗ്ദത്ത കാലഘട്ടം തികഞ്ഞപ്പോൾ മോസസ് ജനിച്ചു. പാപം നിറഞ്ഞ കാലഘട്ടത്ത് മോസസ് ജനിച്ചു. നൈൽ നദിയിൽ ഒത്തിരി തലമുറകളെ എഴിഞ്ഞുകൊല്ലുന്ന കാലഘട്ടത്ത് മോസസ് ജനിച്ചു. ഫറവോൻ, സ്തോത്രം, തലമുറകളെ മാത്രം ലക്ഷ്യം വെച്ച് നിലനിൽക്കുന്ന കാലഘട്ടത്ത് മോസസ് ജനിച്ചു. ഒരു സാധ്യതയും ഇല്ലാതിരുന്ന കാലഘട്ടത്ത് മോസസ് ജനിച്ചു. ഒരു സോഴ്സുകളും ഇല്ലാതിരുന്ന കാലഘട്ടത്ത് മോസസ് ജനിച്ചു. അതെ, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇത് നമ്മുടെ കറക്റ്റ് ടൈമാണ്. നിന്റെ തലമുറ വചനത്തിൽ ജനിക്കുന്ന കാലഘട്ടമാണിത്. ആത്മാവിൽ പ്രാർത്ഥിക്ക്, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവ് നിന്നെ നിയോഗപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദിത്തം ഇതാണ്. നിന്റെ തലമുറ വചനത്തിൽ ജനിക്കണം, നിന്റെ തലമുറ ആത്മാവിൽ ജനിക്കണം, നിന്റെ തലമുറ ദൈവത്താൽ ജനിക്കണം. എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ച് ഈ മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നവകളാകാൻ പോകുകയാണ്. ആ സ്തോത്രം, ഹല്ലേലൂയ. ആ ചെയറുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് എല്ലാവരും മുൻപോട്ട് കടന്നു വന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസന്മാർ മുൻപോട്ട് കടന്നു വന്നാണ് നമ്മൾ ഒരുമിച്ച് ഈ സെക്ഷൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നവകളാകാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ദിസ് ഈസ് റൈറ്റ് ടൈം. ഓ, ദൈവം നിന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് കറക്റ്റ് ടൈമിനകത്താണ്. നീ ജനിക്കാനുള്ള സമയത്താണ്, നിന്നെ അഭിഷേകം ചെയ്യാനുള്ള സമയത്താണ്, നിന്നെ സ്തോത്രം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള സമയത്താണ്. There is no tomorrow. നിന്റെ ദിവസം ഇന്നാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്തേ. ദൈവിക സാക്ഷ്യങ്ങൾ